കുറേ നാളായിട്ടെന്ന് പറഞ്ഞാൽ 2000 ആണ്ട് മുതൽ അന്വേഷിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് മിസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നത്. അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ. ഇത്രയും കാലം അതിൻ്റെ മനസ്സിൻ്റെ മടിത്തട്ടിൽ ചാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മരതകന്മാരി കിടക്കുകയായിരുന്നു. ഐ വോണ്ട് ടു ഷെയർ ദാറ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് വിത്ത് യു. കേൾക്കാമല്ലോ, സമയമുണ്ടല്ലോ. അപ്പോൾ 2000 ആണ്ട് വരും. ഈ 2000 ആണ്ട് പറയുന്നത് സഹസ്രാബ്ദമാണ്, യുഗം. അപ്പോൾ എന്നെ 2000 ആണ്ട് വരാൻ പോകണം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരു യുഗത്തിനെ നമ്മൾ താണ്ടാൻ പോവുകയാണ്. അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് എന്നോട് ആദ്യം പറയുന്നത് എൻ്റെ സുഹൃത്ത് കോന്നിയൂർ ഭാസ. അദ്ദേഹം ഗോൾഫിൽ ഞാൻ നടക്കുന്ന സമയത്ത് എന്നോടൊപ്പം നടന്നിട്ടാണ് പറഞ്ഞത് നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്നാൽ 2000 ആണ്ടിന് നമ്മൾ സാക്ഷിയാകാൻ പോകാം. 2000 ആണ്ടിന് കാരണം വെച്ചാൽ എങ്ങനെ നോക്കിയാലും 2000 ആണ്ട് വരുന്ന സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, 2000 ആണ്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഭാസു മരിച്ചു. ഭാസിൻ്റെ മരണം നമ്മുടെ അപ്രതീക്ഷിതമായിരുന്നു, സംഭവിച്ചു. അപ്പോൾ 2000 ആണ്ട് ആഘോഷിക്കേണ്ട കാര്യം വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ അവരുടെ പേര്, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു 2000 ആണ്ട് നമുക്ക് ഒരുമിച്ച് ചേട്ടൻ ചെലവഴിക്കാം. 2000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന പോലെ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ പറഞ്ഞു കൊള്ളാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ അഷ്ടമുടി റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ വേണു എന്ന എൻ്റെ സുഹൃത്തിൻ്റെ സങ്കേതത്തിൽ കൂടി. അതൊരു റിസോർട്ടാണ്. അവിടെയാണ് ഞങ്ങളെ 2000 ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ ന്യൂ ഇയർ ആഘോഷം അവിടെ ആക്കാൻ എഴുതിയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, ഈ രാധാകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി. അവർക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. അപ്പം അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് നല്ലൊരു കളക്ഷൻ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടിയിട്ട്. അവരുടെ അനൗൺസ്മെൻറ്റ് 11 മണിയായി. കുറേ ഓഫ്കോഴ്സ് ന്യൂ ഇയറിൻ്റെ ആഘോഷവും അറിയാമല്ലോ, മേളവും കൊഴുപ്പും അല്പം ലഹരിയൊക്കെ ചേർന്നിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പടക്കങ്ങളും ബഹളവും. എന്താ പറയുന്നൊരു പുതിയ യുഗം പിറക്കുകയല്ലേ. ആ സമയത്താണ് ഞാൻ ഗ്രീറ്റിംഗ് കാർഡൊക്കെ അയച്ച കാര്യം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. പോട്ടെ. അപ്പോൾ 11 മണിയാകുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, എല്ലാവരും ഈ റിസോർട്ടിൻ്റെ ഒരു ഭാഗത്ത് കൂടണം. 12 മണിയാകുമ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും ചേർന്നിട്ട് എല്ലാ ആൾക്കാരും ചേർന്ന് പുതുവർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു മിനിറ്റ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും. അപ്സെറ്റ് ആയത് അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും. ആ 1 മിനിറ്റിലെ ഇരുട്ടിൽ നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന യുഗത്തിനെ ഒരു മനസ്സിനെ സജ്ജമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതിൽ ഒരു കമ്പയർ ചെയ്യുന്ന പേഴ്സൺ ഗംഭീരമായിട്ട് തകർക്കുകയാണ്. എല്ലാവരും ആവേശത്തിലാണ്. അങ്ങനെ ഞാനും ഭാര്യ ഞങ്ങൾ ഈ ബാക്കിയുള്ള കുടുംബക്കാരെല്ലാം ചേർന്ന് നേരത്തെ പറഞ്ഞ ഈ സ്ഥലത്തൊന്ന് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ജനസഞ്ചയമായി 2000 ആണ്ട് പറക്കാൻ പോകണം. അപ്പം പിന്നെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 12 അപ്പം ഞാൻ എൻ്റെ ഭാര്യ അടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കൂട്ടമാണ്, തിരക്കൂട്ടം. അപ്പം ഓഫ്കോഴ്സ് മലയാളി ക്രൗഡുകളുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ബാക്ക് ചെയ്തിട്ട് ബാലേന്ദ്രൻ എന്ന് മറമറിയെന്ന് എനിക്കറിയാം. ഞാൻ എന്നാൽ സാധാരണക്കാരനെ പോലെ അഭിനയിച്ച് നിൽക്കുന്നു. കാരണം അവിടെ ഞാൻ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എൻ്റെ രസം പോകും. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി ലെഫ്റ്റ് അലോൺ. ആ സമയത്ത് എനിക്കൊരു ചെറിയൊരു ഒരു കുശൃതി തോന്നുന്നു. എന്താണ് ആ ഒരു യുഗം, ഒരു യുഗത്തിൽ നിന്ന് അടുത്ത യുഗത്തിലേക്ക് ഞാനും പ്രവേശിക്കുന്ന ഒരു അപൂർവമായ നിമിഷമല്ലേ ഇത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. എ പ്ലസന്റ് സർപ്രൈസ് ടു മൈ വൈഫ്. എന്താണ് സർപ്രൈസ്? ഞാൻ എന്തായാലും 12 കഴിയുമ്പോൾ 1 മിനിറ്റിന് ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ പക്ക ഇരുട്ടാവുമല്ലോ. എന്നാൽ ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചുംബനം കൊടുക്കാം. ഇറ്റ് വിൽ ബി എ സർപ്രൈസ് കിസ് ടു ഹെർ. അവൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരിക്കലും. അല്ലെങ്കിൽ ഒരു പ്രകടമായിട്ട് ഓപ്പണായിട്ട് അങ്ങനെ വലിയ റൊമാൻസ് ഒന്നും കാണിക്കുന്ന ഒരാളല്ല ഞാനെന്നുള്ള പരാതിയും ഭാര്യയ്ക്കുണ്ട്. അതിനൊരു അപവാദമായിക്കോട്ടെ, ഞാൻ സജ്ജമാവുകയാണ് ഫോർ ദി പ്രോവർബിയൽ കിസ്. ഒന്ന് ഹഗ് ചെയ്തിട്ട് ഒരു കിസ് കൊടുക്കാം. ഇപ്പോൾ കിസ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. അന്നത്തെ 20-30 വർഷം മുമ്പുള്ളൊരു കിസ്സല്ലേ ഇപ്പോൾ ഉള്ളത്.
അങ്ങനെ ഞാൻ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഓണായി ഠക്കെന്ന് പറഞ്ഞ് എന്താണ് 12 മണിയെ ലൈറ്റ് ഓഫ്. ലൈറ്റ് ഓഫായി. ആ 1 മിനിറ്റിനുള്ളിൽ ഞാൻ മനസ്സിൽ ശക്തിയെല്ലാം ആർജിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ കിസ് ചെയ്യാൻ തയ്യാറാകുന്ന ആ പർട്ടിക്കുലർ സെക്കൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള സത്യം ഞാൻ അറിയത്തില്ല. ഐ വാസ് ടോട്ടലി കോൺകേർഡ്. ഞാൻ കീഴടക്കപ്പെട്ടു എന്ന് പറയാം. എവിടുന്നോ അദൃശ്യമായ എന്തോ 2 കൈകൾ വരികയും എന്നെ കയറി പിടിക്കുകയും എൻ്റെ കവിളിൽ ഉമ്മതിരിയും. ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അതൊരു പെണ്ണായിരുന്നില്ല, അതൊരാണായിരുന്നു. കാരണം മുഖത്ത് രോമം എനിക്ക് മനസ്സിനകത്ത് ഫീൽ ചെയ്യും. ഉറപ്പായിട്ടൊരു ആണായിരുന്നു. അത് കഴിഞ്ഞു ആ കൺഫ്യൂഷൻ 1, 2, 3 ഞാൻ വീണിൽ നിന്നേ ഉള്ളൂ. ലൈറ്റ് വന്നപ്പോഴേക്കും ബാക്ക് ടു നോർമലി. ആരായിരിക്കും എനിക്ക് ഈ യുഗത്തിലെ ആദ്യത്തെ ഉമ്മ സമ്മാനിച്ചത്? എനിക്കിന്ന് പറഞ്ഞുള്ള സുഹൃത്തുക്കളെ, ഞാൻ ആലോചിക്കും, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് പറയാൻ അറിയില്ല. എന്നെ ഈ യുഗത്തിൻ്റെ ആരംഭത്തിൽ ആദ്യമായി എൻ്റെ കവിളിൽ ചുംബിച്ചത് ആരാണ് എന്നൊരു ബോർഡ് വെച്ചാലും ഞാൻ ആലോചിക്കുകയാണ്. ഈ കേൾക്കുന്ന ആരെങ്കിലും ഇതിനെന്തെങ്കിലും കുളു കിട്ടുന്നെങ്കിൽ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇന്നും ആ സ്നേഹമസ്തമായ ആ ഉമ്മ സമ്മാനിച്ച മാന്യ സുഹൃത്തിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, ടേക്ക് കെയർ.